السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله بالفائزين برضا الله أما بعد. വിശുദ്ധ റമളാൻ, ആ റമളാനിനു വേണ്ടി നാം നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ പരിസരങ്ങളെ കൊണ്ടും നാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വിശുദ്ധ റമളാനിന്റെ സുന്ദരമായ ആ പുണ്യങ്ങളുടെ പൂക്കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ റമളാനിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ പത്തുകളിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രതീക്ഷിക്കാൻ പറഞ്ഞത്. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ റമളാനിന്റെ രാവുകളിലും അതുപോലെ തന്നെ ദിവസങ്ങളിലുമെല്ലാം നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബല്ലിഗ്നാ ഫീ ലൈലത്തുൽ ഖദർ. അല്ലാഹുവേ, ഞങ്ങൾ ലൈലത്തുൽ ഖദറിൽ നീ എത്തിക്കണേ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ ജീവിത ലക്ഷ്യം, സത്യവിശ്വാസിയായ ഒരു മനുഷ്യരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്നുള്ള മോചനവുമാണ്. അല്ലാഹു തആല ഈ വിശുദ്ധ റമളാനിൽ ഒരുപാട് ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് മഹത്തുക്കളായ ആളുകൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുമ്മ ആതിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ദുആവും നമ്മുടെ ജീവിതത്തിൽ റമളാനിന്റെ ദിവസങ്ങളിലെല്ലാം നാം പതിവാക്കേണ്ടതാണ്. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന്റെ ആ സുന്ദരമായ സ്ഥലത്ത് ഞങ്ങളെ നീ എത്തിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുആ ആണ് അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങൾ ചെയ്യുന്ന നോമ്പുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ നിസ്കാരങ്ങളും ഞങ്ങൾ ചെയ്യുന്ന മറ്റ് എല്ലാ കാര്യങ്ങളും റബ്ബാകുന്ന നീ സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ, സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് കേണപേക്ഷിക്കുന്ന മറ്റൊരു ദുആ ആണിത്. നമ്മുടെ ജീവിതത്തിൽ ആ റമളാനിനെ വേണ്ടതുപോലെ സ്വീകരിച്ച് അല്ലാഹു തആല മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ ആ റമളാനിനെ വേണ്ടതുപോലെ നമ്മൾ ഗൗരവത്തിലെടുക്കാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.